ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി എനിക്ക് ഭയങ്കര അതിൽ ജോർജ് പയ്യൻസാണ്, ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ പോകുമ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് അതെല്ലാം കേൾക്കിയിരുന്നു. കാര്യം അഭിഷേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. ചില ആൾക്കാരിങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഒരു റിപ്പോർട്ടിങ് പോലെ പറയും. അവർക്ക് അഭിഷേകമില്ല, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവരിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അതിനകത്ത് അഭിഷേകം ഉണ്ടാകത്തില്ല. കാര്യം അവർ പ്രാർത്ഥിച്ച് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഈ ആ സാക്ഷ്യം പറയുന്നത് കൊണ്ട് കർത്താവിൻ്റെ വചനം കൂടുതൽ പ്രചരിക്കണമെന്നോ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നോ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കാതെ പ്രേക്ഷിത ചൈതന്യമില്ലാതെ ചുമ്മാ കിട്ടിയ ഒരു അനുഭവം അങ്ങനെ പങ്കുവെക്കണം. അതിന് അഭിഷേകമാണ്. കേൾക്കാൻ പറയാം, അതിന് അനോയിൻറ്റിങ്ങേടല്ല, ചുമ്മാ ഒരു റിപ്പോർട്ടിങ്ങാണ്, ഈവൻസ് റിപ്പോർട്ടിങ്ങാണ് അവർക്ക് കിട്ടിയ രോഗസൗഖ്യം. അപ്പോൾ അതിൻ്റെ വരുന്നത് അതിൻ്റെ സാക്ഷ്യം ഇവിടെ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എനിക്കൊരു അഭിഷേകം കിട്ടി. അപ്പം ഞാനത് ഇവിടുത്തെ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ കേട്ടുകൊണ്ടിരിക്കുകയും എന്താ വെച്ചാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച സാധനം ഇപ്പോൾ അവൻ പറയുമെന്ന്. അതാണ് ഞാൻ നിന്നത് കളാൻ. നീ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം അവനിപ്പോൾ പറയുമെന്ന്. അപ്പോൾ ഞാനത് ഇവരെന്താണ് പരിശുദ്ധാത്മാവിൽ പറയാൻ പോകണമെന്ന് നോക്കിയപ്പോൾ അവൻ പറയുമായിരുന്നു, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ആഗ്രഹമാണ്. രണ്ട് കാര്യമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് എന്താണ്? ആഗ്രഹം. എന്ന് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞായിരുന്നു, ആഗ്രഹത്തിന് മേൽ അഭിഷേകം മേടിച്ചാൽ ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. മനുഷ്യന് ആഗ്രഹമില്ലേ? ഈ ആഗ്രഹം ആണ് ഇതിൻ്റെ അകത്ത് ഇന്ധനമെന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ വണ്ടിക്ക് പെട്രോൾ പോലെയാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹം എന്ന് പറയണത്. ആഗ്രഹം അപ്പോൾ നിങ്ങളോർക്കും അത്യാഗ്രഹമല്ല, അങ്ങനെയല്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആഗ്രഹങ്ങൾ നിൻ്റെ ഉള്ളിൽ തരണം നിൻ്റെ ദൈവം തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ ആഗ്രഹം എന്ന് പറയണത്. ആ ആഗ്രഹം മാനുഷികമാണോ ദൈവികമാണോ എന്ന് നോക്കുന്നത് ഡിസേൺമെൻറ്റാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ മുന്നോട്ട് പോവുക, ഉടമ്പടിയോടെ മുന്നോട്ട് പോവുക, നമുക്ക് നോക്കാം, ലെറ്റ് സി എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾ UK പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ ബിലോ ആവറേജ് ആണല്ലോ, നിൻ്റെ ഫോണറ്റിസ്റ്റ് എവിടെ ഇല്ലല്ലോ, നിനക്ക് നിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇല്ലല്ലോ, നിൻ്റെ സ്പീക്കിങ്ങിന് നിൻ്റെ മുടിയിൽ നിന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞ് നീ പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും, നീ പോകുമോളെ എന്ന് പറയും, നീ പോയിക്കോളും, മുമ്പോട്ട് പോകും, നമുക്ക് നോക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്ത് തരും. മിനിമം ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നിനക്ക് ദൈവം കരുതി എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എല്ലാ ധ്യാനത്തിലും പറയാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. Ephesians 2:8 ഒട്ട് ചെയ്യാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഇതിൻ്റെ ബേസ് അതാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതാണ്. എന്താണ്? നിൻ്റെ നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ യോഗ്യത എന്ന് പറയണത് ചില സമയത്ത് യോഗ്യത എങ്ങനെയാണെന്ന്, യോഗ്യത കുറയണമെന്നല്ല മക്കളെ പ്രശ്നം, സാമ്പത്തിക ഒരു യോഗ്യതയാണ്. ഇപ്പോൾ അതുൽ ജോർജിൻ്റെ പ്രശ്നം എന്താണ്? അവന് UK പോകണം, ഉപരിപഠനം നടത്തണം. പക്ഷെ അവൻ്റെ പ്രോബ്ലംസ് അവൻ്റെ അയോഗ്യത എന്തൊക്കെയാണ്? ഒന്ന്, ആകപ്പാടെ ഉള്ളത് അവൻ്റെ ആസ്തി എന്താണ്? അവൻ്റെ ആസ്തി എന്ന് പറയണത് ആഗ്രഹം മാത്രമാണ്, വെറും ആഗ്രഹം. അതായത് ഒന്നുമില്ല, മറ്റ് സാമ്പത്തിക സെറ്റപ്പോ ഒന്നുമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. UK പോയി ഉപരിപഠനം നടത്തണം, അതേ ആഗ്രഹമുള്ളൂ. പിന്നെ ഉള്ളത് അതിനെന്താ ഉള്ളത്? അതിന് അടിസ്ഥാനം എന്താ? വിശ്വാസം. ദൈവം എന്നെ ഏറ്റെടുക്കും. അതെന്ത് ദൈവമാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അധികാരിയായ ദൈവം. അതാ ഒന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിന്റെ മേലും സ്ഥലത്തിന്റെ മേലും അധികാരിയായ ദൈവമാണ് എൻ്റെ അവകാശം. അപ്പോൾ ഇതിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നാ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും?
അവന് ആ വിശ്വാസമുണ്ട്, പിന്നെ എന്ത് ചെയ്യും, ആഗ്രഹമുണ്ട്. രണ്ട് കാര്യമാണ് അവൻ പറയുന്നുണ്ട്. എനിക്ക് രണ്ട് വിഷയമായിരിക്കും ഉള്ളത്. ഒന്ന് വിശ്വാസമുണ്ട് എനിക്ക്, പിന്നെന്താണ് എനിക്കുള്ളത്, ആഗ്രഹമുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്ക് ചെയ്യുമ്പോൾ ആണ് ഞങ്ങളെല്ലാവരും ഉടമ്പടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആസ്പദങ്ങളെല്ലാം ടോർപ്പഡോ ചെയ്യും. അതല്ല ഞാനിപ്പോൾ ചെയ്തത്. ഇതൊരു ഓപ്പറേഷനാണ്, സുവിശേഷ പ്രഘോഷ ഒരു ഓപ്പറേഷനാണ്. അതായത് നിങ്ങളുടെ ഉള്ള വിശ്വാസം കറക്റ്റ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ദൈവത്തിലേക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങൾ ആശ്രയം വച്ചിരിക്കുന്ന എല്ലാ ആസ്പദങ്ങളെന്ന് പറയുന്നതാണ് ആശ്രയം വച്ചിരിക്കുന്ന പണം, വീട്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മെരിറ്റുകൾ, മാർക്ക്, നിങ്ങളുടെ കലിബർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാത്തിനും ടോർപ്പഡോ ചെയ്ത് കളയും. എന്താ കാര്യം, നിങ്ങളെ ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്ത്, ഇതൊരു ഓപ്പറേഷനാണ് ശരിക്കും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് വേറെ നിങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് പലപ്പോഴും സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സ്ഥിര യോഗ്യത, ബുദ്ധി, ശക്തി, വിദ്യാഭ്യാസം, നിങ്ങളുടെ മാർക്ക്, റാങ്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്ഥിര യോഗ്യതകളില്ലേ, സ്ഥിര യോഗ്യതയിൽ അതാണ് മെറിറ്റെന്ന് ബൈബിൾ പറയണത്. ഈ മെറിറ്റിൽ റിലേ ചെയ്യാൻ പാടില്ലെന്നല്ല, റിലേ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാൻ പോണത്, മെറിറ്റ് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? 80 സീറ്റ് ഉണ്ടെങ്കിൽ 800 പേര് മെറിറ്റുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രസക്തി? 80 സീറ്റേ ഉള്ളൂ, അതിന് 800 പേരിട്ട് മെറിറ്റുള്ള 800 പേരുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അവിടെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് പൊളിയും. അതുകൊണ്ട് ആവശ്യമില്ല ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് ഉടമ്പടിയിൽ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടതാണ്. അത് എന്നിട്ട് നിങ്ങൾ മുട്ടി നിൽക്കണം. കർത്താവേ, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്. ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന് നമ്മൾ ഉടമ്പടി വരുന്നത്, ഇതിൻ്റെ അകത്ത് മെറിറ്റ് എന്തുമാത്രം കുറയുന്നു. മെറിറ്റ് കുറയണതല്ല പ്രശ്നം. നമ്മുടെ പ്രോബ്ലം ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുക, അത് ദൈവിക നടപടിക്രമം ഉണ്ടാകുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മെറിറ്റ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഉടമ്പടി ബേസിക്കായിട്ടൊരു പുതിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ നൊവേനയും ജപമാലയും അതുപോലെ മറ്റ് പ്രാർത്ഥനാ രീതികൾ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സിംഗിൾ എഡ്ജഡ് പ്രെയറാണ്. ഉടമ്പടി ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള പ്രെയറാണ്. നിന്നെ ഒരു കക്ഷിയാക്കുന്നു, ദൈവം വേറൊരു കക്ഷിയാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബെർത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താത്വികമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങൾ മെറിറ്റിൽ റിലൈസ് ചെയ്യരുത്, അല്ല, നിങ്ങളുടെ മെറിറ്റിൽ റിലൈസ് ചെയ്ത് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിന് കടമാണ്, അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ലോൺ കിട്ടണില്ല, അങ്ങനെ നിങ്ങൾ അപ്പോൾ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. അപ്പോൾ സോ ദാറ്റ് ബാങ്കുകാരൻ നമുക്ക് ലോൺ തരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇതൊരു മാനുഷികമായി നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണം? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെറിറ്റ് കുറയുന്നു. ശ്രദ്ധിക്കുക, യോഗ്യത, മെറിറ്റ് മീൻസ് യോഗ്യത കുറയുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരു മെറിറ്റല്ല. ഉടമ്പടിയെ മെറിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ യോഗ്യത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഒരു 35% കുറഞ്ഞാൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? അത് എൻക്രീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കരുത്. നിങ്ങളുടെ മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വായിട്ട് നോക്കിയിരിക്കരുത്. മെറിറ്റ് കുറഞ്ഞു, അത് 35% ആയെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് വേണ്ടത്ര മാർക്കില്ല, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പെർപ്ലക്സ്ഡ് ആണ്, നിങ്ങൾ വേർതിരിക്കുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കൈ വേർക്കുന്നു, നിങ്ങൾ ബബിൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നെഗറ്റീവ് മാർക്ക് അടിച്ചു വരുന്നു, നിങ്ങൾക്കിതിന് മെറിറ്റ് ഇല്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് മെറിറ്റ് കുറഞ്ഞ് 35% മെറിറ്റ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ 65% എൻകറേജ് ചെയ്യണം. ഉടമ്പടി ഒരു മാത്തമാറ്റിക്കൽ പ്രെയറാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതായത് 65% നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് 30% മെറിറ്റുള്ളൂ, ദൈവം എന്നെ സഹായിച്ചുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ മെറിറ്റ് 35% ഉള്ളൂ എങ്കിൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ?
ഈ ബ്ലാങ്കിലേക്ക് നിങ്ങൾ വരപ്രസാദം നിറക്കണം. മനസ്സിലായില്ലേ? അത് എൻകറേജ് ചെയ്യണം. കാര്യം ബൈബിൾ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ശക്തിയും കൃപയും ഏതാണ്ട് ഒരേ ലെവലിലാണ്. അതായത് ശക്തിയിൽ നിന്നാണ് കൃപ വരുന്നത്, കൃപയിൽ നിന്നാണ് ശക്തി വരുന്നത്, കൃപയും ശക്തിയും ഒന്നാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കൃപ പറയുന്നിടത്ത് വെച്ച് ദൈവവചനം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായില്ലേ? കൃപ കുറയുന്നിടത്ത്, കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് വെച്ച് ദൈവം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ശക്തി എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൊരിന്ത്യർ വായിച്ചോളൂ 12:9. സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ യേശുവേ 2 12:9 2 കൊരിന്ത്യർ 12:9 വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വാക്ക് ഒന്നിനു പതെന്ന് പറഞ്ഞ്, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ശക്തി പ്രകടമാകണത് എന്നല്ല പറയണത്. എന്താണ് ശക്തി? അതിൻ്റെ ഫുൾ സ്വിങ്ങില് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ബലഹീനതയിലാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെറിറ്റ്ലെസ് ആണ്, യോഗ്യത കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകണമെന്ന് പറയുമ്പോൾ മെറിറ്റ് കുറയുമ്പോഴാണ് അതനുസരിച്ചുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. എഫെസ്യസ് 2:8 2 കൊരിന്ത്യർ 12:9 സെയിം ആണ്, വൺ ആൻഡ് സെയിം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ട വചനങ്ങളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിന് അവിടെ എഫെസ്യൻസിൽ പറഞ്ഞത് എന്താണ്? മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ മെറിറ്റ് എഫെസ്യൻസിൽ 2:8 മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനി മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം കൊറിന്ത്യൻസ് എന്താ പറയണത്? ബലഹീനതയിലാണ് എന്ന് പറയും. അവിടെ മെറിറ്റ് ഇല്ല എന്നർത്ഥം അല്ലേ? അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ബലഹീനതയിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ബലഹീനതയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബലഹീനതയിലാണ് ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, when I am weak then I am strong. ഇൻ കേസ് നിങ്ങൾക്ക് മെറിറ്റ് കുറയുന്നു അല്ലേ, മെറിറ്റ് യോഗ്യത കുറയുന്നു, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യോഗ്യത കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രേസ് കൂട്ടിയെടുക്കണം. മനസ്സിലായോ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ അതുലിൽ ജോർജിൻ്റെ സാക്ഷ്യമെങ്കിലും വരണം. എന്താണെന്നറിയാവോ? ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ വന്നിട്ട്. ഓൺലൈൻ എടുക്കുന്ന ഉടമ്പടിയിലെല്ലാം അമ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ഉടമ്പടി എടുക്കണം. പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കണം. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. ഓൺലൈൻ ഉടമ്പടി, നിങ്ങൾ ഏത് അന്റാർട്ടിക്കയിലായിരുന്നാലും എടുക്കാൻ പറ്റുന്ന ഓൺലൈൻ ഉടമ്പടി, അമ്മയുടെ സന്നിധിയിലേക്ക് വന്നെടുക്കുന്നതാണ് തീർത്ഥാടന ഉടമ്പടി. അപ്പോൾ അതിനാദ്യം എടുത്ത ഓൺലൈൻ ഉടമ്പടിയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഓഫർ ലെറ്റർ വന്നു, കണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്നു. അത് ഞാൻ ഞെട്ടിച്ചു പോയി. പക്ഷേ പിന്നെന്താ പ്രോബ്ലം? അടുത്ത പ്രോബ്ലം എന്താണ്? അടുത്ത പ്രോബ്ലം കണ്ടീഷണൽ ഓഫ് ലെറ്റർ വന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു 60 ലക്ഷം രൂപ അടക്കണം. അതാണ് കണ്ടീഷണൽ ഓഫ് ലെറ്റർ എന്ന് പറയണത്. യൂണിവേഴ്സിറ്റി കൊണ്ട് 60 ലക്ഷം രൂപ അടക്കണം. 60 ലക്ഷം രൂപ അടക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മെറിറ്റ് ഇല്ല അവിടെ. അതാണ് നമ്മൾ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യോഗ്യതയില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഇവൻ ബാങ്കിൽ പോകും. 2-3 ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറയണത് ഇവന് സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്നാണ്. അതാണ് ഈ മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റ് ഇല്ല. സിവിൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റുകൾ കുറവായിരിക്കും. ഇപ്പോൾ ഒരാളിന് 100 പോയിൻ്റ് കിട്ടിയാൽ മാത്രമേ, ഇപ്പോൾ എല്ലാം പോയിൻ്റ് ആണല്ലോ, അത് കമ്പ്യൂട്ടറാണ് നിശ്ചയിക്കുന്നത്. നമ്മളുടെ എല്ലാ സാധനവും അപ്ഡേറ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മുടെ പേരടിച്ചിടുമ്പോൾ തന്നെ, ആധാർ കാർഡിലൊക്കെ പേരടിച്ചിടുമ്പോൾ തന്നെ പോയിൻറ്റ്സ് പറയും കമ്പ്യൂട്ടർ. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. പണ്ടൊക്കെ ആ ബാങ്കിൽ നിന്ന് കടമെടുത്ത ഈ ബാങ്കിൽ നിന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ബാങ്കുകാരെല്ലാം കൂടി നെറ്റ്വർക്കിൽ സേവ് ആക്കി വെച്ച് കാരണം ഒരു പണിയും നടക്കത്തില്ല. ഏതെങ്കിലും നരകത്തിൽ പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ശരി, നിങ്ങൾ വരുമ്പോൾ പിടുത്തം വീഴും. അപ്പോൾ പോയിൻ്റ് കുറവാണ്.
പോയിൻ്റ് കുറവായത് കാരണം ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ അവന് മെറിറ്റില്ലല്ലോ, സ്റ്റിൽ പോയിൻ്റ് കിട്ടണില്ല, 60 ലക്ഷം രൂപ വേണ്ടേ? അപ്പോൾ പോയിൻ്റ് കുറവായതുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനാണ് അച്ഛൻ മെറിറ്റെന്ന് പറയണത്. മെറിറ്റ് തീർന്നു. മെറിറ്റ് തീർന്നാൽ പിന്നെ എന്നാ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ്. യോഗ്യത പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത്? കൃപയാണ്. ഇതാണ് എഫേസ്യസ് 2:8 ഫോർമുല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് അതൊരു എന്താ ശരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിവിൽ പോയിൻറ്റ്സ് ഇല്ലല്ലോ, അപ്പോൾ മെറിറ്റ് ഇല്ലല്ലോ, അവൻ പിന്നെ എന്ത് ചെയ്യും? അവൻ ഓൺലൈൻ ഉടമ്പടി അവൻ കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യും? അവനത് തീർത്ഥാടന ഉടമ്പടിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താണ്? ടെക്നിക്കലായിട്ട് അതായത് നമ്മുടെ ഗ്രേസ് ലെവൽ കൂടാൻ വേണ്ടിയാണ്. ഗ്രേസ് ലെവൽ അവനെ അറിയത്തില്ലത്, അവനെ ചെയ്തിരിക്കണ കാര്യം പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണ ഒരാളുണ്ടല്ലോ, അങ്ങനെ പറയുന്ന പരിശുദ്ധാത്മാ വരുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമില്ലേ? 14:26 വായിച്ചേ. ശ്രുതികട്ടെ ലലിയ. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഒന്നിന് പറഞ്ഞ യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പോൾ ഇതൊരു വിഷയമാണ്. ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ അതേസമയം തന്നെ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. കാര്യം 14:26. എന്താണ്? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് ഈശോ പറഞ്ഞത്? സഹായകനാണ്. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്നത് ആരാണ്? സഹായകനാണ്. ഈ സഹായകൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യത്തിൽ സഹായം, കുറച്ച് കാര്യത്തിൽ വേറെ നമ്മൾ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകണം, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും സഹായകനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എൻ്റെ പേര് രഞ്ജിനി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുകുള ഇടവക, സെൻറ്റ് ജോസഫ് കാട്ടുകുള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2017 ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലിക്ക് കയറി. എന്നാൽ 2016 മുതൽ ചില പോസ്റ്റുകളിൽ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു പോളിസിയുടെ പ്രകാരം ചില പോസ്റ്റുകൾ അംഗീകാരമില്ലാതെ ലഭിക്കാതെ കിടക്കുകയായിരുന്നു. അതിൻ പ്രകാരം അതിന് താഴേക്കുള്ള ഞങ്ങൾക്ക് ആർക്കും, അതായത് 2020 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന്. അപ്പോൾ ഈ നാളിതുവരെയും എനിക്ക് അപ്രൂവലോ സാലറിയോ ഒന്നും ലഭിച്ചിരുന്നില്ല. മാനേജ്മെൻറ്റ് വളരെയധികം ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം മന്ത്രിമാരുമായിട്ടും ഇടപെട്ട് ഈ വിഷയത്തിന് വേണ്ടി ഒത്തിരിയധികം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഫയലുകൾക്ക് യാതൊരു വിധത്തിലുള്ള നീക്കുകളും സംഭവിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മുൻപിൽ തന്നെ ഒരു 40ഓളം അധ്യാപകർ ഇതുപോലെ, പക്ഷേ അവർ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ കിട്ടിയ അധ്യാപകരായതുകൊണ്ട് അവർക്ക് താഴ്ന്ന ക്ലാസ്സുകളിലെ, അതായത് UP സെക്ഷനിലെ സാലറി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2017 കയറിയ ആ വർഷം മുതലുള്ള ഞങ്ങൾക്ക് അപ്രൂവലോ സാലറിയോ ഒന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 വർഷമായിട്ട് വളരെയധികം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഈ അപ്രൂവൽ പോലും കിട്ടാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ വിഷമത്തിലായിരിക്കുന്ന ഘട്ടത്തിലാണ് 2021 എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചി ഒരു യൂട്യൂബ് വീഡിയോ, കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ആ വീഡിയോ അന്ന് കൊറോണ സമയമായിരുന്നതിനാൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് ഭവനത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ തുടർന്നുള്ള വീഡിയോകൾ ഒത്തിരി ഫോണിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യായിരുന്നു. അദ്ദേഹത്തിനും കുറച്ച് നാളുകൾ കമ്പനി അടച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞ് കൊറോണയുടെ ആ കാഠിന്യമൊക്കെ കുറഞ്ഞതിന് ശേഷം പകുതി ദിവസങ്ങൾ മാത്രമായിട്ട് കമ്പനി തുടർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭവനത്തിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ അച്ഛൻ്റെ ധ്യാനവും മറ്റ് പ്രാർത്ഥനകളും, ജെറിക്കോ പ്രാർത്ഥന എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കി ഓൺലൈൻ ഉടമ്പടി എടുത്തു.
അതിനുശേഷം ഓഫീസുകൾ ഭാഗികമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് അധ്യാപകർ അതിനോട് അടുത്ത് താമസിക്കുന്ന അധ്യാപകർ ചേർന്ന് ആ ഓഫീസിൽ ഞങ്ങൾ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഞങ്ങളുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഉദ്യോഗസ്ഥരോട് പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവരെല്ലാം പോസിറ്റീവായിട്ട് സംസാരിക്കുമെങ്കിലും ഫയലുകൾക്ക് നീക്കം മാത്രം സംഭവിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എല്ലാ മെരിറ്റും ഇതിനകത്തുണ്ട്. കാരണം ഞങ്ങളുടെ മാനേജർ അച്ഛനും ഞങ്ങൾക്ക് അനുകൂലമായ ഒത്തിരി ഓർഡറുകൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ഓർഡറുകൾ വരുന്നുണ്ട്. പക്ഷേ ഫയലുകൾക്ക് നീക്കം മാത്രം സംഭവിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അത് മനസ്സിലായി. ഈ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ എടുത്തു, അതിലെ പ്രാർത്ഥനയെല്ലാം കൃത്യമായിട്ട് ചൊല്ലുന്നുണ്ട്. പക്ഷേ നമുക്ക് നേർച്ച വസ്തുക്കളൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി ആയത് കാരണം ഞങ്ങൾക്ക് ഈ മാതാവിൻ്റെ ഒരു ചിത്രമോ പ്രാർത്ഥനയോ ഒന്നുമില്ല. അപ്പം അത് ഹസ്ബൻഡ് അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഫോട്ടോയും വെച്ച് ഞങ്ങൾ സമയങ്ങളിൽ ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കൊറോണ സമയമായിരുന്നുകൊണ്ട് ഇവിടെ വരാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അത് ഒരു 6 മാസം ഞങ്ങൾ അതങ്ങനെ തുടർന്ന് ആ പ്രാർത്ഥന കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ പ്രകാരം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങൾക്ക് ആ ഫയലുകളിൽ അത്രയും ഒരു 90 അധ്യാപകരോളം അപ്പോഴത്തേക്കും ആയിട്ടുണ്ടായിരുന്നു. അത്രയും പേരുടെ അദാലത്ത് നടത്തി കിട്ടി. എന്നാലും അത് കഴിഞ്ഞ് അപ്പോൾ ഓണത്തിന് മുൻപാണ് ഇത് 2021 ഓണത്തിന് മുൻപായിരുന്നു ഈ അദാലത്ത് നടത്തിയത്. അപ്പോൾ ഓണം വെക്കേഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഈ അദാലത്ത് നടത്താൻ ആ സെക്ഷൻ്റെ ഹെഡായിരുന്ന ആൾ സ്ഥലം മാറിപ്പോയി. പിന്നെ 4 മാസത്തേക്ക് ആ സീറ്റിൽ ആൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഓഫീസിലൊക്കെ പിന്നെ പല സെക്ഷനിലൊക്കെ കയറി അവിടെ ഒരു പുതിയൊരാളെ പോസ്റ്റ് ചെയ്തു. പുതിയ ആൾ പിന്നെ ഈ ഫയലെല്ലാം ഒന്നുകൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും മാസങ്ങൾ നീണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ഈ ഒരു കൃപാസനത്തിൽ ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ഛൻ്റെ ടോക്കും എല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി ഇത് മാതാവിൻ്റെ ആ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടിയിലൂടെ മാത്രമേ ഈ വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ 2022 ഏപ്രിൽ 9-ാം തീയതി ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി ഞാനും ഹസ്ബൻഡുമായിട്ട് ഇവിടെ വന്നെടുത്തു. മാതാവിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടടുത്ത മാസം തന്നെ എനിക്ക് 5 വർഷമായിട്ട് അപ്രൂവൽ കിട്ടാതിരുന്ന ആ പോസ്റ്റിൽ എനിക്ക് തൊട്ടടുത്ത മാസം ഞാൻ മെയ് മാസത്തിൽ ഇവിടെ വരുന്ന ആ ദിവസത്തിൻ്റെ തലേ ദിവസം എൻ്റെ അപ്രൂവൽ ഓർഡർ എനിക്ക് കയ്യിൽ ലഭിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത മാസം ജൂൺ മാസത്തിൽ എനിക്ക് സാലറിയും ലഭിച്ചു. ഇത് ഇപ്പോൾ എനിക്ക് മുൻപുള്ള 40 പേരുടെയും സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ അവരൊരു ഫയൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ 40 പേർക്ക് ഇത് നടന്നു. അപ്പോൾ എനിക്കും ഇത് നടന്നതുകൊണ്ട് എന്താണ് പ്രത്യേകത, അവർ ഇത്രയും പേര് ഉടമ്പടിയൊന്നും എടുത്തില്ലല്ലോ എന്ന് മറ്റുള്ളവർക്ക് തോന്നാമായിരിക്കും. പക്ഷേ എനിക്കിത് ലഭിച്ചതിന് ശേഷം പിന്നെയും ചില പുതിയ ഓർഡറുകൾ വരികയും തുടർന്ന് താഴോട്ടുള്ളവർക്ക് ഇപ്പോൾ മറ്റൊരു ഓർഡർ പ്രകാരം ആ നിയമനങ്ങൾ അവിടെ നിൽക്കുകയാണ്. അത് തുടർന്ന് പ്രൊസീഡിങ്സ് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ വന്ന് ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ കാര്യവും എനിക്ക് മുൻപിലുള്ളവരുടേതും കൃത്യമായിട്ട് നടന്നു. അവരുടേത് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അവിടെ ഒരു ബ്രേക്ക് വന്നിരിക്കുകയാണ്, അത് നടക്കും എന്നുള്ളത് അവർക്ക് വേണ്ടിയും തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ അവരാദ്യം ചെയ്യാമെന്ന് പറയും, ചിലർ പല തടസ്സങ്ങൾ പറയും, പല പേപ്പറുകൾ ആവശ്യപ്പെടും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി കാശ് രൂപം അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അല്ല ഓഫീസിൻ്റെ മുന്നിൽ ആ ഉപ്പ് അവിടെ പ്രാർത്ഥിച്ച് ആ നിലത്ത് ഇട്ടിട്ട് പ്രവേശിച്ച് ആ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഞങ്ങളുടെ ഇത്രയും പേരുടെ അപ്രൂവലിൽ നടന്നിട്ടുള്ളത്. മാതാവിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ നേരിട്ട് അനുഭവിക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. ഇത് എൻ്റെ 1ാമത്തെ ഉടമ്പടിയിൽ നടന്ന ആദ്യത്തെ കാര്യമാണ്, 1ാമത്തെ സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. 2ാമത് എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ ഹസ്ബൻഡിന് വയറിൻ്റെ വശത്തും നടുവിൻ്റെ ഭാഗത്തും ഒരു വേദനയുണ്ടായിരുന്നു. ബൈക്കിൽ പോലും യാത്ര ചെയ്യാനായിട്ട് ജോലിക്ക് പോകാനെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും മുടക്കമില്ലാതെ തന്നെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലുകയും കാരുണ്യ പ്രവർത്തികളിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ രോഗികളെ കാണുന്നതിന് ശുശ്രൂഷിക്കുന്നതിനൊക്കെ പോയിരുന്നു.
പത്രവിതരണവും എല്ലാം ഉടമ്പടിയുടെ ആ 6 പ്രവൃത്തികളും ഞങ്ങൾ അത് പാലിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഹസ്ബൻഡ് ഇപ്പോൾ ഞങ്ങൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്ത് വരുന്നു, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരുന്നു. ഇതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ 2 മക്കൾ കാനഡയിലായിരുന്നു. അവരുടെ വിവാഹത്തിന് വേണ്ടി ഒത്തിരിയേറെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 മക്കളുടെയും വിവാഹം ഒരുമിച്ച് നടക്കുക എന്നാൽ അതിനെക്കുറിച്ച് യാതൊരുവിധ പ്രിപ്പറേഷൻസും ആയിട്ടില്ലായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ ഉടമ്പടിയില്ല, വിശ്വാസപൂർവ്വം അത് വെച്ച് പ്രാർത്ഥിച്ചത് പ്രകാരം ഒരാഴ്ചയുടെ ഇടവേളയിൽ തന്നെ 2 മക്കളുടെയും വിവാഹം നടന്ന് അവർക്ക് തിരികെ പോകാനായിട്ട് സാധിച്ചു. ഇതുകൂടാതെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഒത്തിരിയേറെ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. ഭർത്താവ് നല്ല വിധത്തിൽ വിശ്വാസമുള്ള ആളാണെങ്കിലും ജപമാല ചൊല്ലുന്നതിൽ വളരെ താല്പര്യവും വിശ്വാസവും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ യൂട്യൂബിലൂടെ ഇത് അച്ഛൻ്റെ ധ്യാനവും സ്ഥിരമായിട്ട് ഈ ജപമാല മാതാവിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ടോക്കുകളും ഒക്കെ കേട്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിനുണ്ടായിരുന്ന അല്പം ഒരു സംശയങ്ങളൊക്കെ മാറിക്കിട്ടുകയും ഇപ്പോൾ എന്നേക്കാളും വിശ്വാസത്തോടെ 2 നേരം ജപമാല ചൊല്ലി ഞങ്ങളുടെ ഭവനത്തിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മാതാവ് എൻ്റെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തി ഈ ആൾത്താരയിൽ ഞങ്ങളെ നിലനിൽക്കാൻ സഹായിച്ചതിനെ ഓർത്ത് മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു.